ഞങ്ങൾ 90s കിഡ്സിനെ ഈ സ്മാർട്ട് ഫോൺ വരുന്നതിന് മുമ്പും അതിന് ശേഷം എൻജോയ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അന്നൊക്കെ ഈ സ്കൂൾ കാലഘട്ടത്തിൽ പിരിയുമ്പോൾ ചിലവർക്ക് കല്യാണം കഴിഞ്ഞ് പോകും, ചിലവർക്ക് ജോലി നോക്കി പോകും, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് എടുത്ത് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഈ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ 90s കിഡ്സിന് ഒരു ഉറപ്പില്ല, ഞങ്ങൾക്ക് ഇനി കാണാൻ പറ്റുമോ മിണ്ടാൻ പറ്റുമോ ഒന്നും ഒരു ഉറപ്പില്ല. നമുക്ക് ആകെ ഓർത്ത് വെക്കാനുള്ള ഒരു സാധനം ഒരു ചെറിയൊരു ഓർമ്മച്ചപ്പാണ് അല്ലേ. ഇന്നിപ്പോൾ എന്തെല്ലാം സൗകര്യങ്ങളാണ്, ഇനിയിപ്പോൾ എവിടെ ആയിരുന്നാലും കാണാനും കണ്ട് സംസാരിക്കാനും വിളിക്കാനും എന്തെല്ലാം സൗകര്യങ്ങളാണ്. അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല ഇന്ന് സ്മാർട്ട് ഫോൺ വരും, നമുക്ക് ഇങ്ങനെയൊക്കെ കോൺടാക്ട് ചെയ്യാൻ പറ്റും എന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല കേട്ടോ. അന്നത്തെ കാലത്ത് നമുക്ക് ഓർത്ത് വെക്കാനുള്ള ഒരേ ഒരു സാധനമാണ്. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന ഷെൽഫിലായിട്ട് നമ്മൾ സൂക്ഷിച്ച് വെച്ചവിടെ ഉണ്ടോ നമുക്ക് കേട്ടോ. ഈ അടുത്ത് ഞാൻ പൊട്ടിത്തട്ടി വെച്ചതായിരുന്നു. കിട്ടിയതാ. യെസ്, ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഇത് ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ ഓട്ടോഗ്രാഫ് ഇങ്ങനെയായിരുന്നു, ഓർമ്മകളിലെന്നും. റൈറ്റ് സൈഡിൽ മുകളിൽ നമുക്ക് ഫോട്ടോ ഒട്ടിക്കാനൊരു സ്ഥലം ഉണ്ട് കേട്ടോ. അവിടെ പല ടൈപ്പ് സാധനങ്ങൾ കാണാം കേട്ടോ. ഫസ്റ്റ് പേജ് നമുക്ക് എഴുതല്ല കേട്ടോ. ഈ ഓർമ്മച്ചപ്പിൽ എഴുതുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ. എൻ്റെ ഗുഡ് ഭാവിയിലേക്ക് എൻ്റെ ബെസ്റ്റ് ആശംസകൾ മുത്തേ. നീ എന്നെ മറക്കല്ലടാ, നീ എൻ്റെ പൊന്നു താത്തയല്ലടാ. എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. റിമെമ്പർ മീ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നീ എന്നെ മറക്കുമോ ഓർക്കാനായി ഞാനൊരു വഴി പറഞ്ഞു തരാം. വെൻ യു വാണ്ട് ടു സീ മീ യു ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്, ദെൻ ഐ വിൽ വിത്ത് യു എ ഓൺലി ഹേർഡ് ബീറ്റ്സ് എവേ. ബെസ്റ്റ് വിഷസ് ഫോർ യു വിത്ത് ലവ്, വിദിഷ. ഇത് നമ്മളെ നിറത്തത്തെ ഡയലോഗാണ് കേട്ടോ. ഒഴുകുന്ന പുഴ പോലെ വിരിയുന്ന പൂ പോലെ നിന്റെ മനസ്സിലെ കൊച്ചു കൊച്ചു മോഹങ്ങൾ പൂവണിയട്ടെ. ജെംഷി. പച്ചസാരി എടുത്ത് പച്ചക്കറിയിൽ പച്ചക്കറി വാങ്ങാൻ പോകുമ്പോൾ ഈ പച്ചപ്പാവത്തെ മറക്കരുത്. ബൈ. ആടെ രസമുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ നോക്കട്ടെ. അഭിഷേകിൻ്റെ കേട്ടോ. അഭിഷേക് പറയാം, എന്താ ഹരിയെ പുറത്തൊരു ജാഥ. അത് ജാഥയല്ലടാ അഭി, അത് ജംഷിയെയും കുട്ടികളുമാണ്, മറക്കരുത്. അഭിഷേക് കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് അടിക്കണേ. വിശാല മനസ്സേ വിദൂര മനസ്സേ വിവാഹം വന്നാൽ വിളിക്കാൻ മറക്കരുത്. രൺദീപ് കേട്ടോ. രൺദീപ് ആയി കാണുന്നുണ്ടോ. നിന്റെ ഭാവി പരനുമൊത്ത് മണിയറയിൽ 4 കാലുള്ള തട്ടകത്തിൽ 2 കാലുള്ള കുട്ടിക്ക് വേണ്ടി പോരാടുമ്പോൾ ഇന്ത്യയിലെ ജനസംഖ്യ മറക്കരുത്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഇന്ന പോലെ എപ്പോഴും 10ാം ക്ലാസ് ഓട്ടോഗ്രാഫൊക്കെ എടുത്ത് വെച്ച് ഇടയ്ക്കിടയ്ക്കൊക്കെ വായിച്ച് വെക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് എന്നെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തോളിട്ടോ.